ഇനി അടുത്ത് നമ്മൾ കാണാൻ പോണത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്. അപ്പോൾ അതിൽ കമ്മ്യൂട്ടേറ്റീവ് ലോ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒരിക്കലും കമ്മ്യൂട്ടേറ്റീവ് അല്ല. നമ്മളിപ്പോൾ തന്നെ തെളിയിച്ചു എ ബിയും ബി എയും ഡിഫറൻ്റ് ആണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അനുസരിക്കുന്ന ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ലോയാണ്. അസോസിയേറ്റീവ് ലോ നമ്മൾ അവിടെ കണ്ട അഡീഷനിൽ കണ്ട സെയിം അസോസിയേറ്റീവ് ലോയാണ് ഇവിടെ മൾട്ടിപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ കയ്യിൽ എ ബി സി എന്ന് പറയുന്ന 3 മെട്രിക്സുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു ബി ഇൻറ്റു സി ചെയ്താലും എ ഇൻറ്റു ബി ഇൻറ്റു സി ചെയ്താലും സെയിം ആൻസറാണ് കിട്ടുക. അതായത് ആദ്യം എ ബി കണ്ടിട്ട് അതിനെ സി കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരവും ആദ്യം ബി സി കണ്ടിട്ട് അതിനെ എ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരവും സെയിം ആയിരിക്കും. വെനെവർ, ഇത് ശ്രദ്ധിക്കണം, വെനെവർ ഈ ഈക്വാലിറ്റിയുടെ 2 സൈഡും ഡിഫൈൻഡ് ആണെങ്കിൽ മാത്രം. അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തപ്പോൾ കാണിച്ചു തന്നു എല്ലാ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനും ഡിഫൈൻഡ് ആവണമെന്ന് നിർബന്ധമില്ല. ആദ്യം ഇപ്പോൾ എ ഇൻറ്റു ബി ആണെങ്കിൽ എയിലെ കോളത്തിൻ്റെ എണ്ണവും ബിയുടെ റോകളുടെ എണ്ണവും തുല്യമാണെങ്കിൽ മാത്രമേ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യണതിനെയാണ് അസോസിയേറ്റീവ് ലോ എന്ന് പറയുക. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എ ബി സി അല്ലെങ്കിൽ ഈ 2 സൈഡും ഈക്വാലിറ്റിയുടെ 2 സൈഡും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ ആ ഒരു ഓർഡർ കീപ്പ് ചെയ്യണം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻഡ് ആയിരിക്കണം, എന്നാൽ മാത്രമേ ഇതനുസരിക്കുകയുള്ളൂ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് ലോ. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. നിങ്ങൾ ഓൾറെഡി നമ്പർ സിസ്റ്റത്തിൽ കണ്ടിട്ടുള്ള സെയിം ഡിസ്ട്രിബ്യൂട്ടീവ് ലോ തന്നെയാണ് ഇവിടുത്തെ. അതായത് എ ബി സി എന്ന് പറയുന്ന ഏതോ 3 മെട്രിക്സുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു ബി പ്ലസ് സി എന്ന് പറയുന്നത് എ ബി പ്ലസ് എ സിയോട് തുല്യമാണ്. ഇതാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. സാധാരണ നമ്പേഴ്സിൽ നമ്മൾ 2 ഇൻറ്റു 5 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 5 പ്ലസ് 2 ഇൻറ്റു 3 ആണ്. അതേപോലെ തന്നെ മെട്രിക്സിലും എ ഇൻറ്റു ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ എ ബി പ്ലസ് എ സി ആണ്. ഇനി ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, എ പ്ലസ് ബി ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ എ സി ഇൻറ്റു ബി പ്ലസ് സി ആണ്, എ സി ഇൻറ്റു ബി സി ആണ്. ഒന്നാമത്തെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്നത് എ ബി സി എന്ന് പറയുന്ന 3 മെട്രിക്സുകൾ ഉണ്ടെങ്കിൽ എ ഇൻറ്റു ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ എ ബി പ്ലസ് എ സി ആണ്. നമ്മൾ സാധാരണ നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന അതേ കാര്യം തന്നെ. ഇപ്പോൾ 2 ഇൻറ്റു 5 പ്ലസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു 5 പ്ലസ് 2 ഇൻറ്റു 3. അതുപോലെ തന്നെ എ ഇൻറ്റു ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ ആദ്യം എനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് എനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ എ ബി പ്ലസ് എ സി. ഇനി ഇതുപോലെ അടുത്ത കാര്യം പറയുകയാണെങ്കിൽ എ പ്ലസ് ബി ഇൻറ്റു സി, ഇതും നമ്പർ സിസ്റ്റത്തിലുള്ള പോലെ തന്നെ ആദ്യം എ ഇൻറ്റു സി ചെയ്യുക, ഇപ്പോൾ എ സി പ്ലസ് ബി ഇൻറ്റു സി ചെയ്യുക, ബി സി. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു സി എന്ന് പറയുന്നത് എ സി പ്ലസ് ബി സി. ഇതാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിലെ രണ്ടാമത്തെ ലോ. ഇതിന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്നാണ് പറയുക. ഇതാണ് രണ്ടാമത്തെ നിയമം. ഇനി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ തേർഡ് പ്രോപ്പർട്ടിയിലേക്കാണ് പോണത്, എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. നമ്മൾ ഓൾറെഡി അഡിറ്റീവ് ഐഡൻറ്റിറ്റിയുടെ കാര്യം പറഞ്ഞതാണ്. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയുടെ എക്സിസ്റ്റൻസ് ആണ് അടുത്ത പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്. അപ്പോൾ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് 0 മെട്രിക്സ് ആണ്. ഇവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ആരാന്ന് നോക്കാം. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഐ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ടായിരിക്കും, സച്ച് ദാറ്റ് ഐ ഇൻറ്റു എ ഈക്വൽ ടു എ ഇൻറ്റു ഐ ഈക്വൽ ടു എ. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സിനെ ഈ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ തന്നെ കിട്ടും. ഇതുപോലെ തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്താലും എ തന്നെ കിട്ടും. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ ഐനെയാണ് ഞാൻ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുക. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഐഡൻറ്റിറ്റി ആരാന്ന് ചോദിച്ചാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. നമ്മളതിനിപ്പോൾ 2/2 ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഓഫ് ഓർഡർ 2/2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്താണെന്ന് പരിചയപ്പെട്ടതാണ് ഫസ്റ്റ് സെക്ഷനിൽ തന്നെ. ഡയഗണൽ എൻട്രീസ് മാത്രം 1 ആയിട്ടുള്ള സ്ക്വയർ മെട്രിക്സിനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുക. അപ്പോൾ 2/2 ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് ആരാന്ന് ചോദിച്ചാൽ ഇതാണ് 1 0 0 1. ഇതുപോലെ 3/3 ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് ആരാന്ന് ചോദിച്ചാൽ അവിടെയും ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം 1, ബാക്കി നോൺ ഡയഗണൽ എൻട്രീസ് എല്ലാം 0. ഇത്തരത്തിലുള്ള സ്ക്വയർ മെട്രിക്സുകളെയാണ് നമ്മൾ
ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയും. ഇപ്പോൾ 3/3 ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇത് എഴുതിയിരിക്കുന്നു. ഇതാണ് 2/2 ഓർഡറുള്ള ഐഡൻറ്റിറ്റി.